ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഗുഡ് ഈവനിങ് പറഞ്ഞത് ഞാൻ വൈകുന്നേരമാണ് വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനൽ ക്ലീനിങ് ആണ്. നോർമലി സോളാർ പാനൽ ഒരു 2 വീക്ക് കൂടുമ്പോൾ ഞാൻ കയറി നോക്കലുണ്ട്. അങ്ങനെ കച്ചറിയൊന്നും കാണലില്ല. പക്ഷേ 3-4 ദിവസം മുന്നേ ചെറിയൊരു മഴ അടിച്ചു കഴിഞ്ഞാൽ ഈ സോളാർ പാനലിൻ്റെ മേലുള്ള പൊടി ചെറുങ്ങനെ മഴ തട്ടിക്കഴിഞ്ഞാൽ, നല്ല മഴയാകുമ്പോൾ വിഷയമില്ല, ചെറിയ മഴ തട്ടിക്കഴിഞ്ഞാൽ ഒരു പാളി പോലെ രൂപപ്പെടും. അത് നമുക്ക് സോളാറിൻ്റെ എഫിഷ്യൻസിക്ക് വല്ലാണ്ട് വിഷയം വരും. നോർമലി നമുക്കൊരു 14-15 യൂണിറ്റ്, ഇത് 3 കിലോവാട്ടാണ്. നോർമലി നമുക്കൊരു 14-15 യൂണിറ്റ് നമുക്ക് ഡെയിലി കിട്ടുന്നതാണ് ഇതിൽ. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയോളമായി 12 യൂണിറ്റ് 11 യൂണിറ്റ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് ഞാൻ കയറി നോക്കാൻ കാരണം. അപ്പോൾ ഇതാണ് അവസ്ഥ. നല്ല കച്ചറ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിലവിൽ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം അടിച്ചു വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അത് മെൽട്ടായി എടുക്കാൻ വേണ്ടിയിട്ട്, എന്താ പറയുക, ഭയങ്കര ഹാർഡായിട്ടല്ല ഉണ്ടാവുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെള്ളം അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് വെച്ചാൽ ഇതിന് നമ്മൾ ഈ പ്രഷർ പമ്പ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്കിലേക്ക് ഡയറക്റ്റ് പൈപ്പ് ഇടുകയാണ്. കാരണം ഇത് ഈ ചില പ്രഷർ പമ്പ് അങ്ങനെ വലിക്കൂല, ഇത് അങ്ങനെ വലിക്കുന്ന പമ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഇട്ടിട്ട് നമുക്ക് വലിക്കാവുന്നതാണ്. സാധാരണ ഞാൻ മോട്ടർ അടിച്ചിട്ടാണ് കയറ്. മോട്ടറിൻ്റെ പൈപ്പ് പച്ച നമ്മൾ ഒരിഞ്ഞിൻ്റെ ഹോസ് പൈപ്പ് ഇട്ടിട്ടാണ് കഴുകൽ. ഇതിപ്പോൾ ഇങ്ങനെ കൈയൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. നമുക്കിങ്ങനെ കൈയൊക്കെ നോക്കി ഇത് നമുക്ക് ടാങ്കിൻ്റെ ഉള്ളിലിടണം. അതൊരു ടാസ്ക്കാണ്. ടാങ്കിൻ്റെ ഉള്ളിലിടൽ ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതിനൊരു ഹൈറ്റ് പോകണം. ഹൈറ്റില്ലാണ്ട് ടാങ്കിൻ്റെ മേലെ ഇടൽ മെല്ലെ പോകുന്നുണ്ട്. നോക്കാം, ഓണാക്കി നോക്കാം വെള്ളം വലിയുന്നുണ്ടോ. വെള്ളം വലിയുന്നുണ്ടെങ്കിൽ മെഷീൻ സ്റ്റോപ്പാവും. വെള്ളം വലിയുന്നുണ്ട് നമുക്ക് നോക്കാം. വെള്ളം വലിയേണ്ടതാണ് നോർമലി. നമുക്കിത് ബക്കറ്റിലും വെച്ച് അടിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ്. കുറച്ച് ടൈം എടുക്കും തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ടൈം എടുത്താൽ നമുക്ക് വേറുള്ള പണികളൊക്കെ ചെയ്ത് വെക്കാം. ഒന്ന് ലെവലാക്കി വെക്കണം. എയർ ജാമാകുന്നുണ്ട്. അപ്പോൾ എയറിൻ്റെ കൂടി നോക്കിയിട്ട് വരുന്നുണ്ട്. വെള്ളം ഇങ്ങനെ എയർ കൂടി എയർ ഒഴിവാകുന്നതാണ്. കുറച്ചിങ്ങോട്ടേക്ക് വെക്കാം. നമുക്ക് വീടെടുക്കും. അപ്പോൾ മെഷീൻ ഓണാക്കാം. ഇങ്ങനത്തെ പരിപാടിയൊക്കെ വൈകുന്നേരം ചെയ്യുന്നത് നല്ലതല്ല, രാവിലെ. പിന്നെ ഇത് ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ പാനൽ ഓഫാക്കണം. താഴെ പാനൽ ഓഫാക്കിയിട്ടേ ചെയ്യാൻ പറ്റും. പാനൽ ഇൻവേർട്ടർ സിസ്റ്റം ഓഫാക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ.
എപ്പോഴും എങ്ങനെയാണ് ഷോക്ക് വരാമെന്ന് പറയാൻ കഴിയില്ല. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ വലിയ അറിവില്ല, എന്നാലും ഞാൻ പറയാം. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അധികം ഡിറ്റർജൻറ്റ് അങ്ങനത്തെ സോപ്പൊന്നും ഉപയോഗിക്കരുത്. ഇപ്പോൾ എന്തോ സോളാർ കഴുകുന്ന ഷാമ്പു ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. അതിൻ്റെ നിജസ്ഥിതി എനിക്കറിയില്ല. അത്യാവശ്യം നല്ല കച്ചറിയുണ്ട്, നല്ല കച്ചറിയുണ്ട്. സാധാരണ ചെയ്യൽ ഇങ്ങനെ വീഡിയോ കാണുന്നതാണ്. ആ പച്ച പൈപ്പ്, അതായത് മോട്ടറിൻ്റെ ഇൻലെറ്റിൽ നിന്ന് ഓണാക്കിയിട്ട് ഡയറക്റ്റാണ് ചെയ്യൽ. അന്നേരം ഇത്ര നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. പക്ഷേ പൊടിയൊക്കെ പോകലുണ്ട്. ഇത് വെച്ചാൽ ഇതാദ്യമായിട്ട് ഞാൻ ഈ പ്രഷർ പമ്പ് വെച്ച് ട്രൈ ചെയ്യുന്നത്. പ്രഷർ പമ്പ് കുറേ ആയി വീട്ടിൽ. ഫ്യൂഗർ അങ്ങനെ എന്തോ ഒരു കമ്പനിയുടെ പ്രഷർ പമ്പാണ്. നിക്ഷാൻ ഇലക്ട്രോണിക്സ് എന്ന് വാങ്ങിയതാണ്. അത്യാവശ്യം നമ്മളെ വണ്ടികളൊക്കെ കാണാൻ ഉപയോഗിക്കുന്നതാണ്. അത്യാവശ്യം എല്ലാ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രഷർ പമ്പാണ്. നല്ല കച്ചറിയുണ്ട്. പിന്നെ കുറേ കാക്കക്കാഷ്ടവും എല്ലാ പക്ഷികളുടെ കാഷ്ടവും ഉണ്ട് ഇതിൽ. പിന്നെ എല്ലിൻ്റെ കഷ്ണവും തേങ്ങേൻ്റെ കഷ്ണവും ചിരട്ടേൻ്റെ കഷ്ണം എല്ലാം ഉണ്ട് ഇതിൻ്റെ മേലെ. നമ്മളൊരാഴ്ചേൻ്റെ അടക്കല്ല 2 ആഴ്ച അടക്കം നമ്മളിത് ജസ്റ്റ് നോക്കുന്നത് നല്ലതാണ് എപ്പോഴും. എന്നുവെച്ചാൽ നമുക്ക് എല്ലാവരും നോക്കില്ല. ഞാൻ ഡെയിലി ചെക്ക് ചെയ്യും, എത്ര യൂണിറ്റ് കിട്ടി, എത്ര നമുക്ക് ഉൽപ്പാദനം കിട്ടി, എല്ലാം കിട്ടി ഞാൻ ചെക്ക് ചെയ്യലുണ്ട്. അപ്പം അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ റാൻഡം ചെക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇങ്ങനെ എന്തോ കുറവുണ്ട്, എന്തോ വിഷയമുണ്ട്, മേലെ കച്ചറി ഉണ്ടാവും, അല്ലെങ്കിൽ ഷെയ്ഡ് അടിക്കുന്നുണ്ടാവും. ഷെയ്ഡ് അടിക്കാനാൾ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡ് 2 തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ ഷെയ്ഡ് അടിക്കുമ്പോൾ ഞാൻ തെങ്ങിൻ്റെ ഓല കെട്ടിക്കൊടുക്കലാണ്. ഇതിപ്പോൾ സൺലൈറ്റ് പോയല്ലോ, എന്തായാലും ഓട്ടോമാറ്റിക്കലി ഇത് ഓഫായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ KSE ബിന്ന് ഡയറക്റ്റാണ് കറണ്ട് വരിക. പീക്ക് ടൈമൊക്കെ KSE ബിന്ന് കറണ്ട് വരില്ല. ഇതിൽ തന്നെയാണ് ഉപയോഗിക്കാൻ തോന്നുന്നു. നമ്മൾ യൂസേജ് കുറവാണെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ മൊത്തം ഉപയോഗിക്കാൻ കഴിയും. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡിൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം KSE ബി നമ്മൾ ആശ്രയിക്കാൻ വേണ്ട, ജസ്റ്റ് കറണ്ട് വേണമെന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല. ഹൈബ്രിഡ് ഇപ്പോൾ 5 kW മുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ 5 kW ഇനി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റം ചെയ്യേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ 3 kW മാത്രമേ നോർമലി നമുക്ക് KSE ബി ഓൺ ഗ്രിഡ് പരിപാടി ചെയ്യാൻ കഴിയും തോന്നുന്നു. പിന്നെ ഇതന്നെ ഇതിങ്ങനെ കച്ചറ പോകുന്നവരടിക്കുക. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. യൂസ് ചെയ്യാൻ വിഷയമില്ലാന്ന് തോന്നുന്നു. എനിക്ക് അതിനെക്കുറിച്ച് ശരിക്കും അറിയില്ല. ഇത് സിലിക്ക അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലിനെ കൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്ത് ഇതിനൊക്കെ സ്ക്രാച്ച് എന്തൊക്കെ വന്നിനെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ കുറയും, അതിൻ്റെ ആ പാനലിൻ്റെ ആ ഭാഗത്തുള്ള പ്രൊഡക്ഷൻ കുറയും എന്നാണ് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതിൻ്റെ ആ സത്യാവസ്ഥ എന്തോ നമുക്കറിയില്ല. ഇപ്പോൾ 3 ക്ലീനാക്കി. ഇനി മേലത്തെ 3. ഈ മേലത്തെ 3 ഈ സൈഡിലെ 4 നമുക്ക് വിഷയമില്ല. നടുക്ക് വരുന്നതാണ് നമുക്കിത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഈ നടുക്ക് നമുക്ക് ക്ലീനാക്കാൻ കഴിയലേ ഇല്ല. കാരണം ഒന്നത് ഈ ഭാഗങ്ങൾ നമുക്ക് കിട്ടില്ല, ഒന്നത് നമുക്ക് അതിനുള്ള ഗ്യാപ്പ് അന്നേരം ചെയ്യുമ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ ഭയങ്കര ഹൈറ്റും, പിന്നെ തോന്നിയ പോലെ നമുക്ക് ഇതിനെക്കൊണ്ട് പിടിച്ച് കളിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ആ നടുക്കത്തെ പാനൽ ക്ലീനിങ് ശരിക്കും കുറവാണ്. അപ്പോൾ അതിന് കുറച്ച് സ്പീഡിൽ തന്നെ അടിച്ചു നോക്കാം.
तुझसे मेरा ऐसे okay. ഇതിന് ഒരു ടാസ്ക് ഉള്ളത് വെച്ചാൽ ഇത് താഴേക്ക് കൊണ്ടുപോക്കണം, വൃത്തിയായി ഇതെടുത്ത് വെക്കണം. ഇതാണ് നമ്മളെ വീടിൻ്റെ മേൽഭാഗം. അങ്ങ് ബീച്ച് കാണും, കുറച്ചും കൂടി അവിടെ പരിപാടി നടക്കുന്നുണ്ട്. ഇത് അറേബ്യൻ ബീച്ച് റിസോർട്ട്, ഇത് മർമര ബീച്ച് റിസോർട്ട്, അവിടെ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ബീച്ച് കടൽ കാണാത്തത്. രാത്രി കുറച്ചായി. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോളാറൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. 100% ക്ലിയർ ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിതിനെ പ്രൊഡക്ഷൻ ഞങ്ങൾക്ക് ഇതിലിടാം. നാളെയോ മറ്റന്നാളെയോ നമുക്ക് പ്രൊഡക്ഷൻ 2-3 ദിവസം നോക്കിയിട്ട് പ്രൊഡക്ഷൻ്റെ മാറ്റം ഞങ്ങൾക്ക് പറഞ്ഞുതരാം കറക്റ്റ്. ഇപ്പോൾ ഗൈസ് നമ്മളെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഒരു 90% ക്ലീനാക്കി. 100% എന്തായാലും ക്ലീനാക്കാൻ കഴിയില്ല, കുറച്ച് പണിയെടുക്കണം ക്ലീനാക്കണമെങ്കിൽ. പ്രഷർ വാഷർ ചെയ്ത് കുറച്ച് വെറ്റാക്കി പിന്നെയും പ്രഷർ വാഷർ ചെയ്ത് സംഭവം കുറേ ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, വീഡിയോൻ്റെ മുന്നിൽ സംസാരിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായ തെറ്റുകൾ അപാകതകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പുറത്തു തരണം, മാപ്പാക്കണം. ദയവായി നിങ്ങളുടെ സജഷൻസും നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ സജഷൻസും ഞാനിനി എങ്ങനെ വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു സജഷൻസൊക്കെ നിങ്ങൾ എനിക്ക് ഇട്ട് തരേണ്ടതാണ്. ഇപ്പം മൈക്ക് ശബ്ദം ഇമ്പ്രൂവ്മെൻറ്റ് കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു എക്സ്റ്റേണൽ മൈക്ക് വാങ്ങി. അപ്പോൾ അത് ശബ്ദം അടിപൊളിയായിട്ട് കേൾക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഗുഡ് ഈവനിങ് ടു ഓൾ.